തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന ഈദ്ഗാഹിന് പാളയം ഇമാം മൗലവി വി.പി. സുഹൈബ് നേതൃത്വം നൽകി. സുഹൃത്തുക്കളെ, നമ്മുടെ പെരുന്നാളിന്റെ ആഘോഷവും നമ്മുടെ സൗഹൃദവും നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് കൂടി പങ്കുവെക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവാണ് നാം നേടിയെടുക്കേണ്ടത്. മണക്കാട് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് SM സൈനുദ്ദീൻ മൗലവിയാണ് നേതൃത്വം നൽകിയത്. പുത്തരിക്കണ്ടം മൈതാനം, സെൻട്രൽ സ്കൂൾ, തമ്പാനൂർ ജുമാ മസ്ജിദ്, മണക്കാട് വലിയ പള്ളി എന്നിവിടങ്ങളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. കൊച്ചിയിൽ വൈറ്റില സലഫി മസ്ജിദിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ഷെരീഫ് മേലദ്ദീൻ മൗലവിയാണ് നേതൃത്വം നൽകിയത്. ചലച്ചിത്ര താരങ്ങളായ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ എന്നിവർ സലഫി മസ്ജിദിലാണ് നമസ്കാരത്തിനെത്തിയത്. മഴ കാരണം മറൈൻ ഡ്രൈവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടക്കേണ്ടിയിരുന്ന ഈദ്ഗാഹുകൾ വിവിധ പള്ളികളിലേക്ക് മാറ്റി. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ നടന്ന നമസ്കാരത്തിന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന അമീർ MI അബ്ദുൽ അസീസ് നേതൃത്വം നൽകി. നമ്മുടെ നാട് ഉയർത്തിപ്പിടിച്ച അതിമഹത്തായ മൂല്യങ്ങൾ അത് തകർക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുകൂടി ഉണ്ടാകുന്നു. മലപ്പുറം ശാന്തപുരത്ത് നടന്ന ഈദ് നമസ്കാരത്തിന് ജമാഅത്തെ ഇസ്ലാമി അസിസ്റ്റന്റ് അമീർ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നേതൃത്വം നൽകി. കോഴിക്കോട് മർക്കസ് കോംപ്ലക്സ് ജുമാ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് ഡോക്ടർ ഹക്കീം അസരി നേതൃത്വം നൽകി. പാളയം മൊഹീദ്ദീൻ പള്ളി, പുതിയങ്ങാടി, ദാറുസലാം ജുമാ മസ്ജിദ് എന്നിവിടങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. കണ്ണൂരിൽ നൂർ ജുമാ മസ്ജിദ്, താവക്കര കൗസർ ജുമാ മസ്ജിദ് തുടങ്ങി വിവിധയിടങ്ങളിൽ നമസ്കാരങ്ങൾ നടന്നു. കാസർകോട് അസനത്തുൽ ജാരിയ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിൽ അത്തിഖുർ റഹ്മാൻ ഫൈസി നേതൃത്വം നൽകി. പാലക്കാട് ജില്ലയിൽ വിവിധയിടങ്ങളിലായി നടന്ന ഈദ്ഗാഹുകൾക്ക് പ്രമുഖർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.